തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് NHPC. NHPC കഴിഞ്ഞ ദിവസം 0.32% ഉയർന്ന് 92 രൂപ 90 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 93,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 25.10, ഡിവിഡന്റ് ഈൽഡ് 1.75%. 52 വീക്ക് ഹൈ 115, 52 വീക്കിലോ 37 രൂപ 75 പൈസ. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 30% റിട്ടേണും ഒരു വർഷം കൊണ്ട് 138% റിട്ടേണുമാണ് സ്റ്റോക്ക് നൽകിയത്. ഒരു വർഷമല്ല, കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷമുള്ള റിട്ടേണിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. NHPCയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ് 1732 കോടി രൂപ മുടക്കി കമ്പനി രാജസ്ഥാനിൽ നിർമ്മിച്ച 300 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്ലാന്റ് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. NHPCയുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ CPSU സ്കീം ഫേസ് 2 ട്രഞ്ച് 3 പ്രകാരം 1732 കോടി രൂപ മുതൽ മുടക്കിയാണ് 300 മെഗാവാട്ട് ശേഷിയുള്ള ഒരു സോളാർ പ്ലാന്റ് കർണിസാർ ബാട്ടിയാൻ വില്ലേജിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സോളാർ പ്ലാന്റ് ഹൈ എഫിഷ്യൻസി ബൈഫേഷ്യൽ മൊഡ്യൂൾസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു സോളാർ പ്ലാന്റ് ആണ്. ഈ പ്രോജക്റ്റ് ആത്മനിർഭർ ഭാരത് സ്കീമിന്റെ കീഴിൽ വരുന്നു. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ബിക്കാനേർ 2 ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം വഴിയായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. 750 മില്യൺ യൂണിറ്റ് ഗ്രീൻ പവർ ആയിരിക്കും ഓരോ വർഷവും കമ്പനി ജനറേറ്റ് ചെയ്യുക. ഇതുവഴി കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ 18,000 മില്യൺ മെട്രിക് ടൺ എന്ന റേറ്റിൽ കുറയ്ക്കാൻ സാധിക്കും. 2070 നെറ്റ് സീറോ കാർബൺ എമിഷൻ അച്ചീവ് ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ ശേഷിയുള്ള ഒരു സോളാർ പവർ പ്ലാന്റ് ആണ് കമ്പനി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ NHPC എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. NHPC എന്ന സ്റ്റോക്കിന് ബ്രോക്കേജ് ഏജൻസികൾ മിക്സഡ് റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 26%, റവന്യൂ 14% ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ JM ഫിനാൻഷ്യൽ NHPCക്ക് ബൈ എന്ന റേറ്റിംഗും 91 രൂപയുടെ ടാർഗറ്റും കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സെൽ എന്ന റേറ്റിംഗും 60 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത്. ഇവിടെ ടീസ്റ്റ നദിയിലുണ്ടായ വെള്ളപ്പൊക്കം മൂലം കമ്പനിയുടെ ചില ഹൈഡ്രോ പവർ പ്ലാന്റ് എക്യുപ്മെന്റുകൾ നശിച്ചത് മൂലമാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സെൽ എന്ന റേറ്റിംഗും 61 രൂപയുടെ ടാർഗറ്റും നൽകിയത്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് NHPC എന്ന സ്റ്റോക്ക് 1 രൂപ 40 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഇന്ററിം ഡിവിഡന്റും പ്രഖ്യാപിച്ചു. ഗ്രിഡ് ബാലൻസിംഗും പമ്പ് ഹൈഡ്രോ സ്റ്റോറേജ് എബിലിറ്റിയും കമ്പനിക്കുള്ളതിനാലാണ് JM ഫിനാൻഷ്യൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 91 രൂപയുടെ ടാർഗറ്റും നൽകിയിരിക്കുന്നത്. 18.7 ജിഗാവാട്ടിന്റെ ഓൺഗോയിങ് പ്രോജക്റ്റുകളാണ് NHPCക്കുള്ളത്. ഇതുകൂടാതെ പമ്പ് സ്റ്റോറേജ് പ്രോജക്റ്റുകൾ കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട്. 7.3 ജിഗാവാട്ട് ശേഷിയുള്ള പമ്പ് സ്റ്റോറേജ് പ്രോജക്റ്റുകളാണ് കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 14 ജിഗാവാട്ടിന്റെ മറ്റ് ചില പ്രോജക്റ്റുകൾ കമ്പനി ഓപ്പൺ ചെയ്യാനും സാധ്യതയുണ്ട്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സ്റ്റോക്കാണ് NHPC. 92 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 95 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസും 80 പ്രധാന സപ്പോർട്ടുമാണ്. 95 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഹയർ സൈഡിലെ മൊമെന്റം NHPCയിൽ നിന്നും പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് HDFC ബാങ്ക്. HDFC ബാങ്ക് കഴിഞ്ഞ ദിവസം 0.21% ഉയർന്ന് 1417 ക്ലോസിംഗ് നൽകി. 11 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 15.88, ഡിവിഡന്റ് ഈൽഡ് 1.3%. 52 വീക്ക് ഹൈ 1757, 52 വീക്കിലോ 1363. HDFC ബാങ്ക് 2024 14% കറക്റ്റായി. മോശം ക്വാർട്ടർലി റിസൾട്ടിനെ തുടർന്നാണ് സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് വന്നത്. സ്റ്റോക്കിൽ സെല്ലിംഗ് വന്നിട്ടും പ്രമുഖ ഗ്ലോബൽ ബ്രോക്കേജ് ഫിമായ മോർഗൻ സ്റ്റാൻലി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 50% ഹയർ സൈഡിലുള്ള 2110 രൂപയുടെ ടാർഗറ്റും നൽകിയെന്നുള്ളതാണ് HDFC ബാങ്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. HDFCയും HDFC ബാങ്കും 2023 ഡിസംബർ 31 മെർജ് ആയതിനു ശേഷം HDFC ബാങ്കിന്റെ ഹോം ലോൺ ഗ്രോത്ത് ഉയരുകയും ഡബിൾ ഡിജിറ്റ് ഹോം ലോൺ ഗ്രോത്ത് അച്ചീവ് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മോർഗൻ സ്റ്റാൻലി HDFC ബാങ്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ HDFC ബാങ്കിന്റെ സീക്വൻഷ്യൽ ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ 3.6% ഉയർന്നു. ഇൻക്രിമെന്റൽ ഡിസ്ബേഴ്സൽ 35% നിന്നും 80% ഉയരുകയും ഏറ്റവും ഉയർന്ന ഇൻക്രിമെന്റൽ ഡിസ്ബേഴ്സൽ HDFC ബാങ്ക് മറ്റ് പിയർ ബാങ്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്തു. HDFC ബാങ്കിന്റെ ഡബിൾ ഡിജിറ്റ് ഹോം ലോൺ ഗ്രോത്തിന് പിന്നിലെ പ്രധാന കാരണം ഫ്രണ്ട് എൻഡ് പ്രോസസ്സിംഗ് ടൈം HDFC ബാങ്ക് റെഡ്യൂസ് ചെയ്തതാണ്. ഇതുവഴി കൂടുതൽ കസ്റ്റമേഴ്സുമായി കമ്പനിക്ക് കണക്ട് ആകാനും സാധിക്കുന്നുണ്ട്. HDFC ബാങ്കുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അപ്ഡേറ്റ് HDFC ബാങ്കിന്റെ വില
തുടർച്ചയായി ഇടിയുമ്പോഴും മ്യൂച്വൽ ഫണ്ടുകൾ HDFC ബാങ്കിന്റെ ഷെയറുകൾ അക്കുമുലേറ്റ് ചെയ്യുന്നു എന്ന അപ്ഡേറ്റാണ്. ജനുവരി മാസത്തെ മ്യൂച്വൽ ഫണ്ടുകളുടെ പിക്കപ്പ് ഡേറ്റ പുറത്തു വന്നിട്ടുണ്ട്. ഈ പിക്കപ്പ് ഡേറ്റയിൽ 1380 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് HDFC ബാങ്കിൽ വിവിധ മ്യൂച്വൽ ഫണ്ടുകൾ ജനുവരി മാസത്തിൽ നടത്തിയത്. ഡിസംബർ മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ HDFC ബാങ്കിന്റെ 1.53 കോടി ഷെയറുകൾ സെൽ ചെയ്തെങ്കിൽ ജനുവരി മാസത്തിൽ 8.83 കോടി ഷെയറുകൾ ബൈ ചെയ്യുകയാണ് ചെയ്തത്. ഡിസംബർ മാസം വരെ HDFC ബാങ്കിന്റെ 127.44 കോടി ഷെയറുകളായിരുന്നു മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്തിരുന്നത്. ഇത് ജനുവരി മാസമായപ്പോൾ 136.26 കോടി ഷെയറുകളായി ഉയർന്നിട്ടുണ്ട്. 40 മ്യൂച്വൽ ഫണ്ടുകളിൽ 27 മ്യൂച്വൽ ഫണ്ടുകളും HDFC ബാങ്കിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി. 13 മ്യൂച്വൽ ഫണ്ടുകൾ HDFC ബാങ്കിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിൽ ഏറ്റവും അധികം ജനുവരി മാസത്തിൽ ബൈയിങ് നടത്തിയ മ്യൂച്വൽ ഫണ്ട് ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ടാണ്. 3931 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. അതിനുശേഷം HDFC മ്യൂച്വൽ ഫണ്ട് HDFC ബാങ്കിൽ 2981 കോടിയുടെ ബൈയിങ്ങും കോട്ടക് മ്യൂച്വൽ ഫണ്ട് HDFC ബാങ്കിൽ 2625 കോടിയുടെ ബൈയിങ്ങും നടത്തി. HDFC ബാങ്കിൽ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനി SBI മ്യൂച്വൽ ഫണ്ടാണ്. SBI മ്യൂച്വൽ ഫണ്ട് HDFC ബാങ്കിന്റെ 36.18 കോടി ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നു. അതായത് 52,921 കോടി രൂപയ്ക്ക് തത്തുല്യമായ ഷെയറുകൾ. രണ്ടാമത്തേത് HDFC മ്യൂച്വൽ ഫണ്ടും മൂന്നാമത്തേത് ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ടുമാണ്. HDFC ബാങ്കിന്റെ 16.2 കോടി ഷെയറുകളാണ് HDFC മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത്. HDFC ബാങ്കിന്റെ 13.69 കോടി ഷെയറുകൾ ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നു. ഇതുകൂടാതെ UTI മ്യൂച്വൽ ഫണ്ട്, നിപ്പോൺ ഇന്ത്യ, കൊട്ടക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട്, മിറായ് അസറ്റ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ മ്യൂച്വൽ ഫണ്ടുകളും HDFC ബാങ്കിന്റെ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. HDFC ബാങ്കിന് മോർഗൻ സ്റ്റാൻലിയോടൊപ്പം തന്നെ മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ ജെഫറസും ബൈ എന്ന റേറ്റിംഗും 2000 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഇത് HDFC ബാങ്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇനി 2024 ജനുവരി മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെ സ്റ്റോക്കുകളിൽ ബൈയിങ് നടത്തി, ഏതൊക്കെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് നടത്തി എന്ന് മനസ്സിലാക്കാം. ഏറ്റവും അധികം ബൈയിങ് നടത്തിയിരിക്കുന്നത് HDFC ബാങ്കിലാണ്. 13,849 കോടിയുടെ ബൈയിങ്. രണ്ടാമത് റിലയൻസ് ഇൻഡസ്ട്രീസിൽ 3,138 കോടിയുടെ ബൈയിങ്. കോട്ടക് മഹീന്ദ്ര, മാരുതി സുസുക്കി ഇന്ത്യ, ലാർസൺ ആൻഡ് ടൂബോ, L&T, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഏഷ്യൻ പെയിന്റ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, ITC തുടങ്ങിയ സ്റ്റോക്കുകളിലാണ് മ്യൂച്വൽ ഫണ്ട് ജനുവരി മാസത്തിൽ ബൈയിങ് നടത്തിയത്. അതേസമയം ICICI ബാങ്ക്, ഇൻഫോസിസ്, NTPC, ഭാരതി എയർടെൽ, ടാറ്റ മോട്ടോഴ്സ്, സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ്, അദാനി പോർട്ട്, ONGC, TVS മോട്ടോർ, BPCL തുടങ്ങിയ സ്റ്റോക്കുകളിൽ മ്യൂച്വൽ ഫണ്ട് സെല്ലിംഗ് നടത്തുകയും ചെയ്തു. HDFC ബാങ്ക് വളരെ അട്രാക്റ്റീവ് വാല്യൂഷനിലും അട്രാക്റ്റീവ് പ്രൈസിലും ലഭിക്കുന്നു. 1700 നിന്നും മോശം ക്വാർട്ടർലി റിസൾട്ടിനെ തുടർന്ന് സ്റ്റോക്ക് ഇടിഞ്ഞ് 1400 വരെ എത്തി. 1400 സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്ന ഒരു റേഞ്ച് തന്നെയാണ്. സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്ന ഏറ്റവും മികച്ച റേഞ്ച് 1300-നും 1350-നും. ഇതിനിടയിൽ സ്റ്റോക്കിൽ ഒരു ബൈയിങ് നടത്തുകയാണെങ്കിൽ അതിനെ നമ്മൾക്കൊരു വാല്യൂ ബൈയിങ് ആക്കി കണക്കാക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്